ഈ അവസാന നിമിഷത്തിലെങ്കിലും എന്നോട് സത്യം പറയൂ ഭൈരവ. സഫലമാകാത്ത നിന്റെ പ്രണയം സാക്ഷാത്കരിക്കാൻ ഈ ആകാശം പിളർന്ന് പുനർജന്മമെടുത്ത് നീ വീണ്ടും വരും ഭൈരവ. നീ പുനർജന്മമെടുത്ത് വരും ഭൈരവ. Meanwhile, ഫഹദ്വാസിലിനെ കാണാനില്ല. അവസാനം തപ്പി നോക്കിയിട്ട് പോലും ഫഹദ്വാസിലിന്റെ പൊടി പോലും ഇല്ല. സിനിമ കണ്ടിട്ട് എന്തിനാണ് ഈ സിനിമ എടുത്തത് എനിക്ക് കാര്യമായിട്ടും ചോദിക്കണേന്ന്. ഈ എസ് സുകുമാർ അണ്ണൻ്റെ അടുത്താണ് ഞാൻ ചോദിക്കണത്. പാട്ട് നല്ല അടിപൊളി പാട്ടാണ്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെക്കൻഡ് പാർട്ട് ഇഷ്ടമാവും. ഫസ്റ്റ് പാർട്ടിന്റെ അതേ വൈബ് തന്നെയാണ് എനിക്കിതിൽ കിട്ടിയത്. ഇതിന് ഒരു എനർജി ഉണ്ട് ഈ ഒരു പടത്തിന്റെ സ്റ്റാർട്ട് ടു എൻഡ് അതേപോലെ തന്നെ. എന്താ കേട്ടാ വിവരമില്ലതും തീർന്നു എന്നാ കേട്ടത്. ഞാൻ മരണ വഴിക്ക് നമ്മളെ ചന്ദ്രൻ നായരെ കണ്ടിരുന്നു. മൂപ്പര് പറഞ്ഞ അറിവാ. തീരാണ്ട് നിൽക്കൂ, വെട്ടി കീറി കളഞ്ഞില്ലേ 18 വെട്ട. പുഷ്പ എന്നത് ഒരു പേരല്ല, പുഷ്പ ഒരു ബ്രാൻഡാ. അത് അങ്ങനെ ചാവുന്ന തടിയൊന്നും അല്ല, തലയർത്തിട്ടാ കൂടും. അതായത് അതെന്താണ് സുനാമി? നെൽസൺ എവിടെ വരം മറി ഫയർ എന്നല്ലേ? വൈൽഡ് ഫയർ. ഇതിന്റെ ഓപ്പണിംഗ് സീൻ, ഒരു സിനിമയുടെ ഓപ്പണിംഗ് സീൻ, അതും പുഷ്പ 1, അതായത് പാർട്ട് 1 ഇത്ര സക്സസ്ഫുൾ ആയ ഒരു പടത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോൾ അതിന്റെ ഓപ്പണിംഗ് സീൻ തന്നെ ഇത്രയും ശോകമൂകം അവരാതെ എടുത്ത് വെക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡയറക്ടർ മിസ്റ്റർ സുകുമാർ ജി. തലേ പുഷ്പ 2 ദ റൂൾ ഇതിലേക്ക് വരുന്ന സമയത്ത് താഴത്തില്ല എന്ന് പറയുമെങ്കിലും പടം പൊങ്ങത്തില്ലടാ എന്ന് പറയുന്ന പോലെയാണ് ഉടനീള ഫിലിം. ഞാൻ പോണു. എടോ ഞാനൊന്ന് മാറിയപ്പോ എന്താണ് സംസാരിക്കാൻ സമയമില്ല ബാഹു. ഞാൻ പോണു. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ? അല്ല, മാർക്കോ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, മാർക്കോ നമ്മളുടെ സിനിമകളിൽ ഭയങ്കര വ്യത്യസ്തമായ സിനിമകളായിരിക്കും. നമ്മൾ സാധാരണ മലയാള സിനിമയിൽ അറ്റംപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പീക്ക് അറ്റംപ്റ്റ് ആണ് അത് മാർക്കോ. അപ്പോൾ ആ രീതിയിൽ മാർക്കോയുടെ മുന്നിൽ വീഴുന്ന നിങ്ങളുടെ ഓരോ വാക്കിനും എണ്ണം വേണം. ഈച്ച് ആൻഡ് എവറി വേർഡ് കൗണ്ട്സ്. ജഗദീഷ് 2.0 ഡബിൾ ആണ്. അതിനകത്ത് എല്ലാം റേപ്പെങ്കിൽ റേപ്പ് എല്ലാം വരുന്നുണ്ട് ചില സിനിമകള്. എനിക്ക് തന്നെ പേടിയാവും, എന്നെ കൊണ്ട് ഇത് എന്തൊക്കെയാ ചെയ്യിക്കുന്നുള്ള. പുകവലിയും മദ്യപാനമൊക്കെ പോട്ടെ, അതിന്റെ അപ്പുറമുള്ള ചില കാര്യങ്ങൾ, സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല, വരുമ്പോ കണ്ടോളൂ. ഏറ്റവും ക്രൂവലായിട്ടുള്ള, സമൂഹത്തില് ഒരിക്കലും മാതൃകയാക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, അയ്യോ എന്നെ കൊല്ലാൻ പ്രേക്ഷകർക്ക് തോന്നുന്ന തരത്തിലുള്ള വേഷങ്ങളും വരുന്നുണ്ട്. നിങ്ങൾക്കറിയോ മാർക്കോ ആരാന്ന്? Man, this is awesome. എന്തൊരു ലുക്കടേ, എന്തൊരു ഫ്രെയിമടേ. The risk is on us. അവൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ഹോളിവുഡ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധാതി. ഇതൊരു ഞെരിപ്പ് സിനിമയായിരിക്കും.
ഐ എം വെയിറ്റിംഗ്.